കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചേമ്പിൻ തണ്ട് കറിയാണ് ഇന്ന്. മഴക്കാലത്ത് നല്ല ഇളം തണ്ടുകൾ കിട്ടും. അത് കഴുകി തോല് ഇതുപോലെ മുഴുവനായിട്ടും കളയണം. എന്നിട്ടിത് ചെറുതായി മുറിച്ചെടുക്കാം. തോല് നന്നായി കളഞ്ഞില്ലെങ്കിൽ കഴിക്കുമ്പോൾ ചൊറിയുവേ. ഇനി ഇത് വേവിക്കാം. കാണുമ്പോൾ കുറേ തോന്നിയാലും വേവുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി മറിച്ച് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവി കയറുമ്പോഴേക്കും ചേമ്പിൻ തണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വന്നോളൂ. ഇത് ആയി വരുമ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. തേങ്ങയിലേക്ക് കാന്താരിമുളകും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് വെന്ത കഷ്ണത്തിലേക്ക് ഒഴിക്കാം. വേവിച്ചിരി ഏറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേകാതിരിക്കരുത്, അപ്പോഴും ചൊറിയും. ചേമ്പിൻ തണ്ട് കറി വെക്കുമ്പം ഇതുപോലെ 2-3 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ചൊറിയും. തോല് നന്നായി വലിച്ചു കളയണം. കഷ്ണം നന്നായി വേവിക്കണം. പിന്നെ പുളിയുള്ള ചേരുവകൾ എന്തെങ്കിലും ചേർക്കണം. ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർക്കുന്നത്. അരപ്പൊഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ഒഴിക്കാം. ഇനി തിളയ്ക്കേണ്ട തീ അണയ്ക്കാം. ഒന്ന് ചൂട് കയറിയാൽ മതി. തൈരിൻ്റെ പുളിക്കനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് താളിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവയിടാം. ഉലുവയും ചൂടായിട്ടുണ്ടെങ്കിൽ ചെറുള്ളി ചേർക്കാം. മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് ഇളക്കി കറിയിലേക്ക് ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യാം.